നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി പറഞ്ഞിട്ടെ. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡിലൂടെയാണ് നിങ്ങൾക്ക് അത് കാണിച്ചിരുന്നത്. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ട് ടേസ്റ്റ് ഒക്കെ നല്ല അടിപൊളിയാക്കിയിട്ടാണ് ഈ ഒരു നെയ്യപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യം നമുക്ക് പച്ചരി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു സോസ് പാനിലേക്ക് 1 കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. ഒരു 250 ഗ്രാം ഒക്കെ ഉണ്ടാവും കേട്ടോ. അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മാറ്റി വെക്കുക. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. പിന്നെ ഏലക്ക, മൈദ, ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ചേർക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് ആരെടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ശർക്കര പാനിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ചെറിയ തരിയോട് കൂടി അരച്ചെടുക്കട്ടോ. പിന്നെ ഒരു നുള്ളു മൊയ്തം, ഉപ്പ്, ബേക്കിംഗ് സോഡ, എള്ള്, ചെറിയ ജീരകം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. 2 മണിക്കൂറിന് ശേഷം നല്ല തിക്കായിട്ടുണ്ടാവും. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. അതിങ്ങനെ പൊങ്ങി വരും. കുറച്ച് സമയം വെച്ചതിന് ശേഷം മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്.